പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വ്യാഴാഴ്ച ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ. കഴിഞ്ഞ 5 വർഷങ്ങൾ ശരിക്കും വ്യാഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റ് മേരീസിൻ്റെ ഒരു സജീവമായ ഓർമ്മയാണ്. ഇന്നലെ ബുധനാഴ്ച ഇവിടെ നമ്മളൊരു 4 മണിയോട് കൂടി ഇവിടെ എത്തിയിട്ടോ. ഇത് ഏങ്ങണ്ടിയൂർ അച്ഛൻ്റെ ഇപ്പോൾ അടുത്ത് ഞാൻ വികാരിയായിരിക്കുന്ന പള്ളിയാണ് കേട്ടോ. ഏങ്ങണ്ടിയൂർ പള്ളിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെയും അതുപോലെ ഞാൻ നിങ്ങളെയും പ്രത്യേകിച്ച് ഇന്നത്തെ സെൻറ്റ് മേരീസിലെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമാകാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ജിബിച്ചിന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രഭാതത്തിൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിയമാവർത്തനം 32:10. അവിടെ വചനം പറയാണ്, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരി പുണർന്നു താൽപര്യപൂർവം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. അതായത് നമ്മുടെ നിസ്സഹായതയുടെ, നമ്മളുടെ കടുത്ത ഒറ്റപ്പെടലിൻ്റെ, തിക്താനുഭവങ്ങളുടെ നടുവിൽ അവിടുന്ന് നമ്മെ വാരി പുണർന്നു. എന്നിട്ട് എന്താ പറയുന്നത്? തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ വലിയ ഞെരുക്കത്തിൻ്റെയൊക്കെ സമയമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനമാണ് ഈ വചനം. ഒരു 4 തവണ അങ്ങോട്ട് എഴുതി പഠിക്കുക. ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവേ, ഈ വചനം ഒരു അഭിഷേകമായി, ഒരു അഗ്നിയായി, ഒരു ഉണർവായി ഞങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പിന്നെ ആദ്യമായിട്ടാട്ടോ ഇവിടെ ഏങ്ങണ്ടിയൂർ പള്ളിയിൽ നന്നായിട്ട് ആദ്യം ഒരു ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒരു വളരെ സ്നേഹ കൂട്ടായ്മയാണ് കേട്ടോ. ഏങ്ങണ്ടിയൂരിലെ ദൈവജനം വലിയ നല്ല സ്നേഹമുള്ളവരും ഭയങ്കര പൗരോഹിത്യത്തെ ആദരിക്കുന്ന ഒരു നല്ല ഒരു സമൂഹത്തെ പരിചയപ്പെടാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് അച്ഛൻ കരുതുന്നു. ഏങ്ങണ്ടിയൂർ ഇടവകയിലെ ജനത്തിന് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.